മാന്ത്രിക വാക്കുകളുടെയും അതിജീവനത്തിൻ്റെയും കഥ പറഞ്ഞ ദി ബുക്ക് തീഫ്. ഈ പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മാർക്കസ് സുസാക്കിന്റെ ദി ബുക്ക് തീഫ് ഒരു സാധാരണ നോവലല്ല. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ നാസി ജർമ്മനിയുടെ ഭീകരതയെക്കുറിച്ച് ഒരു മരണദൂതന്റെ കാഴ്ചപ്പാടിലൂടെ പറയുന്ന ഒരു അതിമനോഹരമായ നോവലാണിത്. അതെ, ഈ കഥയുടെ കഥാകാരൻ മറ്റാരുമല്ല, മരണം തന്നെയാണ്. 9 വയസ്സുകാരിയായ ലൈസൽ മെമ്മിഗർ എന്ന കുട്ടിയുടെ കഥയാണിത്. ജർമ്മനിയിലെ മോൾഷിംഗ് എന്ന സ്ഥലത്തെ ഹ്യൂബർമാൻ എന്ന കുടുംബത്തോടൊപ്പം വളരുന്ന ലൈസലിന് പുസ്തകങ്ങളോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് ഈ കഥയുടെ കാതൽ. ചെറുപ്പത്തിൽ തന്നെ തന്റെ സഹോദരന്റെ മരണം കാണേണ്ടി വന്ന ലൈസൽ ആദ്യമായി മോഷ്ടിക്കുന്നത് ദി ഗ്രേവ് ഡിഗേഴ്സ് ഹാൻഡ് ബുക്ക് എന്ന പുസ്തകമായിരുന്നു. വായിക്കാൻ അറിയില്ലായിരുന്നിട്ടും പുസ്തകങ്ങൾ അവൾക്കൊരു ആശ്വാസമായിരുന്നു എന്നും. അവളുടെ വളർത്തച്ഛനായ ഹാൻസ് ഹ്യൂബർമാൻ അവളെ വായിക്കാൻ പഠിപ്പിക്കുകയാണ്. പുസ്തകങ്ങളോടുള്ള അവളുടെ സ്നേഹം പതിയെ പതിയെ വീണ്ടും വർദ്ധിച്ചു വരുന്നു. നാസികൾ പുസ്തകങ്ങൾ കത്തിക്കുന്നിടത്തുനിന്ന് പോലും അവൾ പുസ്തകങ്ങൾ മോഷ്ടിക്കാൻ തുടങ്ങി. യുദ്ധം രൂക്ഷമാവുകയാണ്. ഒരു ബോംബാക്രമണത്തിൽ അവളുടെ വളർത്തച്ഛനും അമ്മയും കൊല്ലപ്പെടുകയാണ്. ആ ഒരു ദുരന്തത്തിൽ അത്ഭുതകരമായി അവൾ മാത്രം രക്ഷപ്പെടുന്നു. ഒടുവിൽ വാർദ്ധക്യത്തിൽ മരണം അവളെ തേടിയെത്തുകയാണ്. മരണം അവൾ എഴുതിക്കൊണ്ടിരുന്ന പുസ്തകം അവളുടെ കൈകളിൽ വെച്ചു കൊടുക്കുന്നു. ഈ ഒരു പുസ്തകം യുദ്ധത്തിന്റെ ക്രൂരതയെ മാത്രമല്ല, സ്നേഹം, ദയ, സൗഹൃദം, അതിജീവനത്തിന്റെ ശക്തി എന്നിവയെല്ലാം കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. ഓരോ വായനക്കാരന്റെ മനസ്സിലും എന്നും മായാതെ നിൽക്കുന്ന ഒരു പുസ്തകം കൂടിയാണിത്.